രാജ്യത്തെ രാമക്ഷേത്രത്തിൻ്റെ ആ ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് അത് ഭക്തർക്ക് തുറന്നു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് BJP വിപുലമായ ഒരു പരിപാടി തന്നെ ആസൂത്രണം ചെയ്തിരിക്കുന്നു. ഇന്നലെ ദില്ലിയിൽ BJP ആസ്ഥാനത്ത് JP നദ്ദ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്ത എല്ലാ സംസ്ഥാന നേതാക്കൾക്കും നൽകിയ നിർദ്ദേശം മാർച്ച് 25 വരെ രാജ്യത്ത് ദീപാവലിയുടെ ഒരു മൂഡ് സൃഷ്ടിച്ചുകൊണ്ട് മുൻപോട്ട് പോകണം. ദീപാവലി കാലഘട്ടം എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കണം. മാർച്ച് 25 വരെ എല്ലാ ദിവസവും 50,000 രാം മന്ദിർ ദർശൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം BJP ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് രാമക്ഷേത്രത്തിൽ പോകുവാനും തൊഴുവാനും ആഗ്രഹിക്കുന്ന എല്ലാവരെയും രാമക്ഷേത്രത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു വലിയ പദ്ധതി. 50,000 രാം മന്ദിർ ദർശനമാണ്. എല്ലാ ദിവസവും 430 നഗരങ്ങളിൽ നിന്ന് 35 ട്രെയിനുകൾ അയോധ്യയിലേക്കുണ്ടാകും. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവർ, അതായത് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നവർ ഒരിക്കലും BJPയുടെ കൊടികളോ അല്ലെങ്കിൽ BJPയുടെ മുദ്രാവാക്യങ്ങളോ ഒന്നും തന്നെ മുഴക്കുവാൻ പാടില്ല എന്നൊരു നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. 400 സീറ്റ് ലക്ഷ്യമിടുന്ന BJP പ്രധാനമായി ഇത്തവണ ഹൈലൈറ്റ് ചെയ്യുന്നത് അയോധ്യ തന്നെ ആയിരിക്കും. മുൻപും അത്തരത്തിൽ തന്നെയുള്ള വാർത്തകൾ തന്നെയാണ് വന്നത്. കാരണം അയോധ്യ BJPക്ക് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വലിയ മൈലേജ് നേടിക്കൊടുക്കും. അതിന് ആക്കം കൂട്ടുക എന്നതിന് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ദിവസവും 50,000 രാമമന്ദിർ ദർശനവുമായി BJP രംഗത്തെത്തുന്ന. മാർച്ച് 25 വരെ അയോധ്യ സജീവമായി നിൽക്കും. ദീപാവലിയുടെ ഒരു മൂഡിലേക്ക് രാജ്യം നീങ്ങുകയും ചെയ്യുന്നു. ന്യൂസ് ഇന്ത്യ മലയാളം.